എഡ്യൂമാക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാഭ്യാസം, കരിയർ, ആഗോള തൊഴിൽ വിപണി എന്നിവയിൽ സമീപ ദിവസങ്ങളിൽ സംഭവിച്ച അതിപ്രധാനമായ മാറ്റങ്ങളും വാർത്തകളും എന്തൊക്കെയാണെന്നറിയാം. വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ, അധ്യാപകർ, കൂടാതെ കോർപ്പറേറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർ എന്നിവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒട്ടനവധി പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സർവകലാശാല രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന ജാമിയ മില്ലിയയുടെ പരീക്ഷാ പരിഷ്കാരങ്ങളും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു വർഷത്തെ PG കോഴ്സും IBPS IT ഓഫീസർ, HPCL IOB അപ്രന്റീസ് എന്നിവയിലെ കരിയർ അവസരങ്ങളും IIT മദ്രാസും കാൺപൂരും സംയുക്തമായി ആരംഭിക്കുന്ന ബാച്ചിലർ ഓഫ് സൈബർ സെക്യൂരിറ്റി, എക്സ്പോർട്ട് ഇമ്പോർട്ട് മാനേജ്മെൻറ്റ് കോഴ്സുകളും IIM ബാംഗ്ലൂരിൻ്റെ ഇന്തോനേഷ്യൻ ക്യാമ്പസും ന്യൂസിലൻഡ് സർവകലാശാലകളിലെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്ന കേന്ദ്ര നിലപാടും CBSE 10ാം ക്ലാസ്സിന് 3ാം ഭാഷ നിർബന്ധമാക്കിയ നടപടിയും സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിൽ വന്ന കുറവും ഒട്ടേറെ വിവരങ്ങൾ നമുക്കറിയാം സക്സസ് പാത്തിലൂടെ. ആദ്യം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന ചില വാർത്തകളിലേക്ക് പോകാം. രാജ്യത്തെ പ്രമുഖ കേന്ദ്ര സർവകലാശാലയായ ജാമിയ മില്ലിയ ഇസ്ലാമിയ തങ്ങളുടെ പരീക്ഷാ ചട്ടങ്ങളിൽ വലിയൊരു ഭേദഗതി വരുത്തിയിരിക്കുകയാണ്. ഓർഡിനൻസ് 15ലാണ് ഈ ഭേദഗതി. ഫൈനൽ ഇയർ അല്ലെങ്കിൽ അവസാന സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് 1-2 പേപ്പറുകളിൽ ബാക്ക്ലോഗ് ഉണ്ടായാൽ ഇനി മുതൽ ഒരു വർഷം മുഴുവൻ നഷ്ടപ്പെടുത്തേണ്ടി വരില്ല. അവർക്കായി തൊട്ടു പിന്നാലെ കമ്പാർട്ട്മെൻറ്റ് പരീക്ഷകൾ നടത്തും. മുൻപ് അടുത്ത റെഗുലർ പരീക്ഷാ സൈക്കിൾ വരെ കാത്തിരിക്കണമായിരുന്നു. എന്നാൽ പുതിയ ചട്ടപ്രകാരം ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷന് അപേക്ഷിക്കുന്നതിന് പകരം നേരിട്ട് ഈ കമ്പാർട്ട്മെൻറ്റ് പരീക്ഷ എഴുതാം. ഓർക്കുക, ഇത് റെഗുലർ കോഴ്സ് ചെയ്യുന്നവർക്ക് മാത്രമാണ്. ഡിസ്റ്റൻസ് വിദ്യാർത്ഥികൾക്ക് ബാധകമല്ല. ഇതേ സമയം തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി 1 ഇയർ PG പ്രോഗ്രാമുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. 4 വർഷത്തെ ഓണേഴ്സ് ബിരുദം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഇനി ഒരൊറ്റ വർഷം കൊണ്ട് PG പൂർത്തിയാക്കാമെന്നത് വലിയൊരു സമയ ലാഭമാണ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസസ് പ്രൊഫഷണൽ ബിരുദ പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിനുള്ള വിജ്ഞാപനവും പ്രോസ്പെക്ട്സും പരിഷ്കരിച്ചിട്ടുണ്ട്. പ്രവേശന രീതിയിൽ മാറ്റമില്ല. +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ LBS വഴിയാണ് സെലക്ഷൻ. BPO, BEMT തുടങ്ങിയ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതികൾ പുതുക്കിയിട്ടുണ്ട്. മെഡിക്കൽ മേഖല ആഗ്രഹിക്കുന്നവർക്ക് ഈ മാറ്റങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ കീം അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ സബ്മിഷനിലും വിദ്യാർത്ഥികൾ കൃത്യത പാലിക്കേണ്ടതുണ്ട്. മാറുന്ന കാലത്തിനനുസരിച്ച് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ കോഴ്സുകൾക്ക് ഡിമാൻഡ് കൂടുകയാണ്. ഇതിന് അടിവരയിടുന്നതാണ് IIT മദ്രാസും IIT കാൺപൂരും സംയുക്തമായി ലോഞ്ച് ചെയ്ത ബാച്ചിലർ ഓഫ് സൈബർ സെക്യൂരിറ്റി പ്രോഗ്രാം. വ്യവസായ ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ള സൈബർ സുരക്ഷാ വിദഗ്ധരെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യം. ഇതുകൂടാതെ IIT ഡൽഹിയിൽ പ്രശസ്ത ആഗോള ഇലക്ട്രോണിക്സ് പ്ലാറ്റ്ഫോമായ അർഡുവിനോ ഒരു എഡ്ജ് AI ഇൻവെൻഷൻ ലാബ് ആരംഭിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ നേരിട്ട് പരീക്ഷണങ്ങൾ നടത്തി പഠിക്കാൻ ഇത് സഹായിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ AIയുടെ സ്വാധീനം വ്യക്തമാക്കുന്ന മറ്റൊരു വാർത്തയാണ് എലവേറ്റ് എഡ്യൂക്കേഷൻ എന്ന എഡ്ടെക് സ്റ്റാർട്ടപ്പ് വെസ്റ്റ് ബ്രിഡ്ജ് ക്യാപിറ്റലിൽ നിന്ന് 170 കോടി രൂപയുടെ ഫണ്ടിംഗ് സമാഹരിച്ചത്. തങ്ങളുടെ AI സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിനും കൂടുതൽ സ്കൂളുകളുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നതിനുമാണ് അവർ ഈ തുക വിനിയോഗിക്കുക. വിദ്യാഭ്യാസം ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്നതിൻ്റെ വേഗതയാണ് ഇത് കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ആഗോള വ്യാപാരത്തിൽ താല്പര്യമുള്ളവർക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് മാനേജ്മെൻറ്റ് കോഴ്സുകൾ വലിയ കരിയർ സാധ്യതകളാണ് തുറന്നു നൽകുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ, ലോജിസ്റ്റിക് എന്നിവ പഠിക്കുന്നതിലൂടെ മികച്ച ബിസിനസ് തൊഴിൽ അവസരങ്ങൾ ഇതിലൂടെ ലഭിക്കും. ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആഗോളതലത്തിലേക്ക് തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പ്രശസ്ത ബിസിനസ് സ്കൂളായി IIM ബാംഗ്ലൂർ ഇന്തോനേഷ്യയിൽ പുതിയ ക്യാമ്പസ് ആരംഭിക്കാൻ പദ്ധതിയിടുന്നു. ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസത്തിൻ്റെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കും. മറുഭാഗത്ത് അന്താരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസ പ്രവേശനത്തിൽ ഇന്ത്യയിൽ വലിയ വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത്. കൂടുതൽ വിദേശ വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇതിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇന്ത്യ ഇപ്പോൾ ന്യൂസിലൻഡ് സർവകലാശാലകളെ ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ക്യാമ്പസുകൾ ആരംഭിക്കാനും പങ്കാളിത്തം വിപുലീകരിക്കാനും ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുകയാണ്. ഇതിലൂടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നാട്ടിലിരുന്ന് തന്നെ ആഗോള നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കുറഞ്ഞ ചിലവിൽ നേടാനാകും. ഇനി സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് വരികയാണെങ്കിൽ CBSE 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഒരു നിർണായക അറിയിപ്പ് നൽകിയിട്ടുണ്ട്. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ ഇനി മുതൽ 3 ലാംഗ്വേജ് അസസ്മെൻറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഭാഷാ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണിത്. ഗോവയിൽ നിന്നുള്ള മറ്റൊരു വാർത്ത സ്കൂൾ പരിപാടികൾക്കും ആഘോഷങ്ങൾക്കും സർക്കാർ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു എന്നതാണ്. കുട്ടികളുടെ സുരക്ഷിതത്വവും പഠന സമയവും ഉറപ്പുവരുത്താൻ കർശനമായ മാനദണ്ഡങ്ങളാണ് സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വലിയ യാഥാർത്ഥ്യം
കഴിഞ്ഞ ദശകത്തിലെ സ്കൂൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളുടെ എണ്ണക്കുറവ് മൂലം സ്കൂളുകൾ ലയിപ്പിക്കുന്നതും സ്വകാര്യ സ്കൂളുകളിലേക്കുള്ള ഒഴുക്കും ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് സർക്കാർ വിദ്യാലയങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഈ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത്. ഉദ്യോഗാർത്ഥികൾക്കായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ചില പ്രധാന ഒഴിവുകൾ പങ്കുവെക്കുകയാണ് ഇവിടെ. പൊതുമേഖലാ ബാങ്കുകളിലായി എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കും അപേക്ഷിക്കാനാകുന്ന ഉയർന്ന ശമ്പളവും മികച്ച ആനുകൂല്യങ്ങളുമുള്ള 301 IBPS IT ഓഫീസർ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്കും ബാങ്കിംഗ് മേഖലയിൽ കരിയർ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് മികച്ചൊരു പ്രായോഗിക പരിചയം നേടാൻ സഹായിക്കുന്ന രീതിയിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ വലിയ തോതിലുള്ള അപ്രന്റീസ് ഒഴിവുകളിലേക്കും നിലവിൽ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. വിദ്യാഭ്യാസ രംഗം കൂടുതൽ ഫ്ലെക്സിബിളും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജാമിയ മില്ലിയയുടെ മാറ്റങ്ങളും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ 1 ഇയർ PGയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. AI-യും സൈബർ സെക്യൂരിറ്റിയുമാണ് ഭാവി കരിയറുകൾ ഭരിക്കാൻ പോകുന്നത്. ഈ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ പഠനവും കരിയറും പ്ലാൻ ചെയ്യാൻ. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.